നിങ്ങൾ എനിക്ക് എന്ത് കണ്ടെടുത്തന്നെ 2000 റംസ് കൊടുത്ത് വാങ്ങിയതാ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ വെച്ചത്. ഇതേപോലെയുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഫ്രെയിമും ലെൻസും ഒക്കെ എടുത്ത് പെട്ടെന്ന് കംപ്ലൈന്റ് വരാറുണ്ട് നിങ്ങൾക്ക്? ഹൈ ക്വാളിറ്റിയിലുള്ള ഗ്ലാസും ഫ്രെയിമും ഒക്കെ എടുത്ത് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നത് അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ? നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണേ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? നോർമലി എല്ലാവരും ഗ്ലാസ് റിമൂവ് ചെയ്യുക ഒരു 1 ഹാൻഡ് യൂസ് ചെയ്ത് ഇങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. ശരിക്കും എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 2 ഹാൻഡ് യൂസ് ചെയ്ത് ഈ 2 സൈഡിൽ പിടിച്ച് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഈ സെന്ററിൽ പിടിച്ച് ഇങ്ങനെ എടുക്കാം. ഇതൊക്കെയാണ് കറക്റ്റ് പൊസിഷൻ. അല്ലാതെ ഇത് ഇങ്ങനെ വെച്ച് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ അലൈൻമെന്റ് മാറും, ഫ്രെയിമിന്റെ അലൈൻമെന്റ് തെറ്റും. പിന്നെ കോമൺ ആയിട്ട് കണ്ടാണ് ഗ്ലാസ് വണ്ടിയുടെ ഉള്ളിൽ വെച്ച് പോവാ. ചിലർ ഞാൻ ബെദറാക്കിയിട്ട് ബോക്സിൽ ഡാഷ് ബോർഡിലൊക്കെ വെച്ചിട്ട് പോയ എത്ര വലിയ ബ്രാൻഡിന്റെ ഗ്ലാസ് ആണെങ്കിലും വണ്ടിയുടെ ഉള്ളിൽ വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഓൾറെഡി ഓവർ ഹീറ്റ് ആവും. വണ്ടിയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഓവർ ഹീറ്റ് ആയിട്ട് ലെൻസിൽ പീൽ ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ അസറ്റൈറ്റിന്റെ ഫ്രെയിമാണ് യൂസ് ചെയ്യണമെങ്കിൽ ഹീറ്റ് കൂടുമ്പോൾ അതിന്റെ ലെഗ് ഒക്കെ ഒന്നുകൂടി വൈഡ് ആവും. അപ്പൊ അതിന്റെ അലൈൻമെന്റ് ഒന്നുകൂടി മാറും ഗ്ലാസിന്റെ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന പകരം ഫസ്റ്റ് ഒന്ന് പഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓൾറെഡി ഡസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക, ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നോസ്പേഡുള്ള ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ അത് പൊതുവേ നോസ്പേഡ് സോഫ്റ്റ് ആണ്, അത് ഹാർഡ് ആയിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടത്തോട് കൂടി എടുത്ത് ഈ ഫ്രെയിം നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, മോർ ഐ ടിപ്സിനായി ജസ്റ്റ് ഫോളോ എക്സ്പെക്ട്സ് ഒപ്റ്റിക്കൽ. ബൈ.